ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തുടർച്ചയായ രണ്ട് സമനിലകൾക്ക് ശേഷം ബ്രസീൽ വീണ്ടും വിജയവഴിയിലെത്തിയിരിക്കുകയാണ്. കൊളംബിയയെ 2-1 ബ്രസീലിൽ നടന്ന മത്സരത്തിൽ കാനറികൾ പരാജയപ്പെടുത്തിയത്. അങ്ങനെ 3 പോയിന്റ് സ്വന്തമാക്കിയതോടെ പോയിന്റ് ടേബിളിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയരാനും ബ്രസീലിന് സാധിച്ചു. അതുമാത്രമല്ല, അർജന്റീനയുമായിട്ടുള്ള ഒരു വമ്പൻ പോരാട്ടം കാത്തിരിക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് കൊളംബിയക്കെതിരെ വിജയിക്കാൻ സാധിച്ചത് ബ്രസീൽ ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ബ്രസീലിന്റെ ആ 2-1 വിജയം വളരെ ആധികാരികമായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പ്രശ്നങ്ങൾ ഇപ്പോഴും ടീമിൽ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ചില പോസിറ്റീവായുള്ള കാര്യങ്ങൾ കൂടി പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് വിനീഷ്യസിന്റെ ഒരു പെർഫോമൻസ്. കാരണം വിനീഷ്യസ് എപ്പോഴും റിസീവിംഗ് എൻഡിൽ നിൽക്കുന്ന ഒരു താരമാണ്. ക്ലബിന് വേണ്ടി കളിക്കുന്ന പെർഫോമൻസ്, ബ്രസീലിന് വേണ്ടി ദേശീയ ജേഴ്സിയിൽ കളിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അത് ആവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം വളരെ സജീവമാണ്. എന്തായാലും വിനീഷ്യസ് വളരെ മികച്ച രീതിയിൽ തന്നെ കൊളംബിയക്കെതിരെ കളിച്ചു എന്നുള്ളതാണ്. കാരണം തുടക്കത്തിൽ 6-ാം മിനിറ്റിൽ റഫീനിയ പെനാൽറ്റിയിലൂടെ ഗോൾ നേടിയപ്പോൾ ആ പെനൽറ്റിക്ക് വഴിയൊരുക്കിയത് വിനീഷ്യസിന്റെ നീക്കമായിരുന്നു. വിനീഷ്യസിനെ ഫൗൾ ചെയ്തത്, മുനോസ് ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനൽറ്റിയാണ് റഫീനിയ സ്കോർ ചെയ്തത്. അത് മാത്രമല്ല, അതിനുശേഷം വിനീഷ്യസിന്റെ ഭാഗത്ത് നിന്ന് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. 4 ഷോട്ടുകൾ മൊത്തം ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം മത്സരം സമനിലയിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ച ഒരു ഘട്ടത്തിൽ കൊളംബിയ ആ രീതിയിൽ കളിക്കുന്നു, ഓവർ ഡിഫൻസിലേക്ക് അവർ വലിയുന്നു, ബസ് പാർക്കിംഗ് എന്നുള്ള രീതിയിലൊക്കെ കളിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 99-ാം മിനിറ്റിൽ ഇഞ്ചുറി ടൈമിന്റെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ ആ ഒരു ഗോൾ 30 യാർഡ് അകലെ നിന്ന് വിനീഷ്യസിന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അതൊരു വലിയ ഒരു മാറ്റം തന്നെ ടീമിനുണ്ടാക്കി. കാരണം 3 പോയിന്റ് നേടാൻ സാധിച്ചു. ഉറപ്പായിരുന്ന ഒരു സമനിലയിൽ നിന്നൊരു വിജയം നേടിക്കൊടുക്കാൻ ബ്രസീലിന് സാധിച്ചു. അപ്പൊ വിനീഷ്യസിന്റെ പെർഫോമൻസ് ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പൊ ഇനിയിപ്പം അദ്ദേഹത്തിന് അർജന്റീനയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ഒരു ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം റഫീനിയയുടെ പെർഫോമൻസ് ആണ്. റഫീനിയ നമ്പർ 10 റോൾ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്തു. ആദ്യം 6-ാം മിനിറ്റിൽ ആ പെനാൽറ്റി വളരെ അനായാസം സ്കോർ ചെയ്തു. അതിനുശേഷം വിനീഷ്യസ് നേടിയ ലേറ്റ് ഗോളിന് അസിസ്റ്റ് നൽകിയതും റഫീനിയായിരുന്നു. അപ്പൊ റഫീനിയയും വിനീഷ്യസും തമ്മിലുള്ള ഒരു ഏകോപനം നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിച്ചു. അപ്പൊ വരും മത്സരങ്ങൾ ഇത് തുടരുകയാണെങ്കിൽ ബ്രസീലിന് വലിയ ഗുണം ചെയ്യും, പ്രത്യേകിച്ച് അടുത്ത ലോകകപ്പിലൊക്കെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ 2 താരങ്ങളും ക്ലബ് ഫുട്ബോൾ അത്രയും ഉയർന്ന നിലവാരത്തിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ആണ്. റഫീനിയൊക്കെ മാരക ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. പിന്നെ ബ്രസീലിനെ സംബന്ധിച്ച് മിഡിലെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത വലിയൊരു പ്രോബ്ലം തന്നെയായിരുന്നു. കാരണം ഒരു തുടക്കത്തിൽ കുറച്ച് കളിക്കുന്നു, പിന്നെ കുറെ നേരം പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലൊക്കെ കൊളംബിയ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഗെയിം. പിന്നെ അവസാനത്തെ 15 മിനിറ്റ് ബ്രസീലിന്റെ ഭാഗത്ത് നിന്ന് നല്ല എഫേർട്ടുകൾ ഉണ്ടായിരുന്നു, നല്ല അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം വെസ്ലി വന്നു, പിന്നെ അതുകൂടാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സവീനിയോ വന്നു. അപ്പൊ ഇവരൊക്കെ വന്നപ്പോൾ ഇവരൊക്കെ കുറച്ചും കൂടെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള പ്ലെയേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ആ ഒരു മുന്നേറ്റത്തിന് കാരണമായതെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്ലെയേഴ്സിനെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്താൽ ബ്രസീലിന് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം തോന്നിയത് 2 ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും, വാൻഡേഴ്സനാണെങ്കിലും പിന്നെ അരാനിയാണെങ്കിൽ, ലെഫ്റ്റ് ബാക്ക് അരാനിയും റൈറ്റ് ബാക്ക് വാൻഡേഴ്സനും, ഇവരുടെ പെർഫോമൻസ് ഒട്ടും ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നിട്ടില്ല. പ്രത്യേകിച്ച് അവർക്ക് അറ്റാക്കിനെ വേണ്ടത്ര രീതിയിൽ സഹായിക്കാൻ പറ്റുന്നില്ല. പിന്നെ വാൻഡേഴ്സിന്റെ ഒരു മിസ്റ്റേക്ക് കൂടി സംഭവിച്ചിട്ടാണ് ലൂയിസ് ഡിയാസ സ്കോർ ചെയ്യുന്നത്, ആ ഗോള്, കൊളംബിയയുടെ ഈക്വലൈസർ. പിന്നെ ജോലിൻഡൻ സബായിട്ട് വന്നു ഗർസന് പകരം. പക്ഷെ ജോലിൻഡന്റെ ആ ന്യൂകാസലിന് വേണ്ടി കളിക്കുന്ന പെർഫോമൻസ് ബ്രസീലിന് വേണ്ടി ആവർത്തിക്കാൻ പറ്റുന്നില്ല. ജോലിൻഡന്റെ മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഒരു ഗോള് വരുന്നത്, കൊളംബിയയുടെ ഗോള് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, ഒരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ പറയാനുള്ളത് നല്ലൊരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. ഒരു ലെത്തൽ സ്ട്രൈക്കർ ഇല്ലാത്തതിന്റെ പ്രശ്നം ബ്രസീലിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആദ്യം ഇറങ്ങിയ ജാവോ പെദ്രോയ്ക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന മത്തേവസ് കുഞ്ഞയ്ക്കും കാര്യമായിട്ടൊന്നും സാധിച്ചില്ല. ഇവർ രണ്ടുപേരും ഏതാണ്ട് ആബ്സെന്റ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും കളിക്കളത്തിൽ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡ്രിഗോയുടെ പെർഫോമൻസ് ആണ്. റോഡ്രിഗോ ഇടയ്ക്ക് ഒരു 1-2 ഫ്ലാഷുകളൊക്കെ നമ്മൾ കണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ റോഡ്രിഗോയ്ക്കും സാധിച്ചില്ല. അപ്പൊ ഇത് ബ്രസീലിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ടീം ഒന്നടങ്കം ഒത്തിണക്കത്തോടെ കളിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നില്ല. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വഴി ചില മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കും. പക്ഷെ ഒരു ലോകകപ്പിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കളിച്ചാൽ മാത്രമേ ഉള്ളൂ ടീമിനെ ഒരു അടുത്ത ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു ബ്രസീലിന് ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ടാക്ടിക്കലി ആ ഒരു ഡോറിവൽ ജൂനിയറിന്റെ പല നീക്കങ്ങളും അല്ലെങ്കിൽ പല
അദ്ദേഹത്തിന്റെ പല ടാക്ടിക്സും വേണ്ടത്ര രീതിയിൽ എഫക്റ്റീവ് ആവുമോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബ്രസീലിന് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിൽ ടീമിനെ വേറെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കോച്ച് വേണം എന്നുള്ള ആ ഒരു വാദം ഇപ്പോഴും സജീവമായി തുടരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ ആശ്വാസം എന്ന് പറയുന്നത് 3 പോയിന്റ് നേടാൻ സാധിച്ചു, 2ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. അത് മാത്രമല്ല, ബ്രസീലിന്റെ ഒരു ഏസ് പ്ലെയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന വിനീഷ്യസ് അത്യാവശ്യം ഫോമിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളത്. അതിനൊപ്പം റാഫീനിയയുടെ ഭാഗത്ത് നിന്നും ആ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. പിന്നെ സബ്ബുകളായിട്ട് ഇറങ്ങിയ പ്ലെയേഴ്സിന്റെ വെസ്ലിയുടെ പെർഫോമൻസ്, പിന്നെ അതുകൂടാതെ സാവിനിയോയുടെ പെർഫോമൻസ്, ഇതെല്ലാം അത്യാവശ്യം ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നെഗറ്റീവായിട്ട് പല പ്രശ്നങ്ങളും ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നുള്ളതാണ് മിഡിലെ ക്രിയേറ്റിവിറ്റി ഇല്ലായ്മ. ബ്രൂണോ ഗിമറൈസിനാണെങ്കിലും ന്യൂകാസിലിന് പ്രകടമാക്കാൻ പറ്റുന്ന, അല്ലെ ന്യൂകാസിന് വേണ്ടി കളിക്കുന്ന ആ ഒരു പെർഫോമൻസ് ബ്രസീലിന്റെ നിരയിൽ ആവർത്തിക്കാൻ അദ്ദേഹത്തിനും സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഒരു ക്രിയേറ്റീവ്, ഒരു പ്ലേ മേക്കർ ഇല്ലാത്തതിന്, പ്രത്യേകിച്ച് നെയ്മറുടെ അഭാവത്തിൽ അതിപ്പോഴും ബ്രസീലിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രസീലിന്റെ ഒരു കൺസിസ്റ്റൻസി അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മത്സരം കണ്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയ ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ബ്രസീലിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.